ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഇഞ്ചിക്കറിയാണ് പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. ഓണത്തിനും വിഷുവിനും സദ്യക്കൊക്കെ നമ്മൾ കൂടുതലായിട്ടും ഈ ഡിഷ് തയ്യാറാക്കാറ്. ഇത് വളരെ സിമ്പിളായിട്ട് അങ്ങനെ തയ്യാറാക്കാമെന്നാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത്. ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണാം. എന്നിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എന്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോയുടെ ഏറ്റവും അടിയിലായിട്ട് കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങൾ രേഖപ്പെടുത്താം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് 250 ഗ്രാം ഇഞ്ചി എടുക്കാം. ഇത് ഞാൻ തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കനത്തിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. ഇത് ചെറിയ കനത്തിൽ കട്ട് ചെയ്തെടുക്കുക, കാരണം നമുക്കിത് വെളിച്ചെണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാണ്. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ശർക്കര എടുക്കുക. ഒരു നാരങ്ങയുടെ വലിപ്പത്തിൽ പുളി എടുക്കുക. ഈ പുളി നമുക്ക് 1 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്താനായിട്ട് വെക്കണം. 1/4 ടീസ്പൂൺ കായംപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 പച്ചമുളക്, 3/4 ഗ്ലാസ് വെളിച്ചെണ്ണ അല്ലെങ്കിൽ നല്ലെണ്ണ എടുക്കാം, വറ്റൽമുളക്, കടുക്, കറിവേപ്പില. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഇഞ്ചി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞ് ഒരു പാകമായിട്ട് വരണം. അപ്പോൾ ഒട്ടും ഉണ്ടാവില്ല കേട്ടോ, ഇഞ്ചി ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഏകദേശം നന്നായിട്ട് ഫ്രൈ ചെയ്തുകൊണ്ട് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കണം, വെള്ളമൊന്നും ചേർക്കാതെ. അപ്പോൾ നമ്മൾ പുളി പിഴിഞ്ഞ് വെച്ചിരുന്നത് വെള്ളം നമുക്കൊന്ന് അരിച്ച് മറ്റൊരു പാനിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ശർക്കര അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് 1/4 ടീസ്പൂൺ കായംപൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. നന്നായിട്ട് തിളച്ച് വന്നിട്ട് വേണം നമുക്ക് പൊടികൾ ചേർക്കാനായിട്ട്. ഈ സമയത്ത് നമുക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇത്രയും പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 കിലോ ഇഞ്ചിക്കറി ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ പറയണത്. ഇത് കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ്. എന്താ പറയുക, കറക്റ്റ് ഉപ്പും പുളിയും മധുരമൊക്കെ കറക്റ്റായിരിക്കും. അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയമാകുമ്പോൾ നമുക്ക് നമ്മുടെ മിക്സിയുടെ ജാറിൽ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കുറുകി പറ്റി വരണം. ഇതിലെ വെള്ളമൊക്കെ പറ്റി നന്നായിട്ട് കുറുകി വരണം. അപ്പോൾ എല്ലാവരും തന്നെ ഇഞ്ചിക്കറി കഴിച്ചേക്കണവരായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒരു പാകം മനസ്സിലാവുമല്ലോ നമുക്ക്, ആ ഒരു വെള്ളത്തിൻ്റെ ഒരു പരുവം. ഇനി ഈ സമയത്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ നോക്കിയിട്ട് കൊടുക്കുക. ശരിക്കും ഇതിൻ്റെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വരും. ആ ഒരു പാകത്തിനാണ് നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇഞ്ചിക്കറിയൊക്കെ ഇഷ്ടമില്ലാത്തവർ വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ. പിന്നെ ഇത് നമ്മൾ സൈഡായിട്ടാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ അത് നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഇനി നമുക്കതിലേക്ക് വറവിടാനായിട്ട് മറ്റൊരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലെണ്ണ യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് 2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 3 വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് നമ്മുടെ ഇഞ്ചിക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചിക്കറിയിൽ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി നമുക്കിത് വച്ചേക്കണം. ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഒരു കുപ്പിയിലേക്കോ ഒരു കണ്ടെയ്നറിലേക്കോ നമുക്കത് മാറ്റാം. ഇത് നമുക്ക് ആ ഇഞ്ചി നന്നാക്കി അരിഞ്ഞെടുക്കേണ്ട ഒരു താമസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാം. അതുപോലെ തന്നെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് ആണ് ഞാൻ പറഞ്ഞേക്കുന്നതും. പിന്നെ നിങ്ങളിതിൽ വെളിച്ചെണ്ണയ്ക്ക് പകരം നല്ലെണ്ണ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ച് നാൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇതുപോലുള്ള നാടൻ വിഭവങ്ങളായിട്ട് വീണ്ടും വരാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.